ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് കേരള PSC തുളസി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ തൊട്ടേ മെയിലൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് എല്ലാവരും കാത്തിരുന്ന 10th ലെവൽ പ്രിലിംസിൽ ഉൾപ്പെടുന്ന തസ്തികകൾക്കുള്ള പരീക്ഷയുടെ ഉൾപ്പെടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS മുതലായ തസ്തികകൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സംശയം പരീക്ഷ ഉടൻ ഉണ്ടാകുമോ എന്നായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്കിപ്പോൾ കൺഫർമേഷൻ നൽകാൻ പറ്റുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നലെ എല്ലാവർക്കും മെയിൽ വന്നത് 014/2021 ഈ തസ്തികയുടെയാണ് മെയിൽ വന്നിട്ടുള്ളത്. അത് ഏതാണ്? ജൂനിയർ അസിസ്റ്റന്റ്, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ എന്ന് വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാം എന്ന് ചോദിച്ചാൽ ഇന്നു മുതൽ, അതായത് 20/2/2022 ഫെബ്രുവരി മാസം 20 മുതൽ മാർച്ച് 11 വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തത് 368/2021 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ഇപ്പോൾ കൺഫർമേഷൻ നൽകാവുന്നതാണ്. 10th ലെവൽ പ്രിലിംസിന്റെ ഒരു തസ്തികയാണത്. 473/2021 പിയൂൺ ബാർ അറ്റൻഡർ പാർട്ട് 1 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. 558/2021 ലോവർ ഡിവിഷൻ ക്ലർക്ക് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ബെഫ്കോ LDയുടെ കൺഫർമേഷനും ഇപ്പോൾ നൽകാവുന്നതാണ്. 609/2021 LGS വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള LGSന് ഇപ്പോൾ കൺഫർമേഷൻ നൽകാവുന്നതാണ്. 348/2021 ജൂനിയർ അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. 599/2021 അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസി ലിമിറ്റഡ്. 601/2021 ജൂനിയർ അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. 604/2021 EDP അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചുള്ള തസ്തികകളും വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ നൽകാവുന്നതാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 20th KS എക്സാമിന് വേണ്ടിയിട്ട് ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇതിൽ വിന്നേഴ്സ് ആവുന്ന 50 ലക്കി പാർട്ടിസിപ്പൻസിന് അമേസിംഗ് പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഫെബ്രുവരി 19th ഒരു 90 days ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സും ഇനി പറയുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 days ബാച്ച് കോഴ്സ് ഫെബ്രുവരി 24th സ്റ്റാർട്ട് ആവുന്നുണ്ട്. കൂടാതെ KS എക്സാം പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 180 days ബാച്ച് കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. SCRT ഫുള്ളി ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബെഫ്കോ LD എക്സാം, CO CPO എക്സാം, അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് അവൈലബിൾ ആണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഒരുപാട് പേര് ചോദിച്ചത് പരീക്ഷ ഉടൻ ഉണ്ടാകുമോ എന്നുള്ള രീതിയിലാണ്. സാധാരണഗതിയിൽ ഉടൻ പരീക്ഷ നടക്കാൻ ചാൻസ് ഉള്ള, ഉടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2 മാസത്തിനൊക്കെ ഉള്ളിൽ പരീക്ഷ നടക്കാൻ ചാൻസ് ഉള്ളതിനാണ് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചെയർമാൻ്റെ അറിയിപ്പ് പ്രകാരം ചെയർമാൻ പറഞ്ഞതനുസരിച്ച് മെയിലായിരിക്കും 10th ലെവൽ പ്രിലിംസ് ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് ചെയർമാൻ ഒരു അറിയിപ്പായിട്ട് തന്നിട്ടുള്ളത്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ കൺഫർമേഷൻ വന്ന സ്ഥിതിക്ക് മെയിൽ തന്നെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ കോവിഡിന്റെ സാഹചര്യവും ആ സമയത്ത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടായിരിക്കും പരീക്ഷ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കൺഫർമേഷൻ വന്ന സ്ഥിതിക്ക് എന്തായാലും മെയിൽ തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി സിലബസിന്റെ കാര്യം, നമുക്ക് ഓൾറെഡി 10th ലെവൽ പ്രിലിംസിന്, ഇപ്പോൾ 10th ലെവൽ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നമുക്ക് പറയുന്നത്. 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് ഓൾറെഡി PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ ചേഞ്ച് ഒന്നും വരുത്താൻ ചാൻസ് ഇല്ല. കാരണം പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പം നമ്പർ ഓഫ് ആൾക്കാരെ
ഒഴിവാക്കി ബാക്കി മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിർണ്ണയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ സിലബസിന് മാറ്റം വരാൻ ചാൻസ് കുറവാണ്. അപ്പം ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സിലബസ് വെച്ച് തന്നെ പഠനം ആരംഭിക്കുക, ഇതുവരെ ആരംഭിക്കാത്ത ആൾക്കാരാണെങ്കിൽ. അതുപോലെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, SCRT ബേസ്ഡ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 days സ്റ്റഡി പ്ലാൻ എല്ലാ ടോപ്പിക്കും SCRT ഉൾപ്പെടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൽ ഏത് SCRT ചാപ്റ്റർ ആണോ പഠിക്കേണ്ടത് അത് ഉൾപ്പെടെയുള്ള ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് 50 days സ്റ്റഡി പ്ലാൻ ഫോർ 10th ലെവൽ പ്രിലിംസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽ വഴി നമ്മൾ നോട്ട്സും കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്, കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഡെയിലി അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ജോയിൻ ചെയ്യാവുന്ന ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തും വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ 10th ലെവൽ പ്രിലിംസിനെ ഫോക്കസ് ചെയ്ത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ബാക്കിലോട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാൻ തീയതി വന്നിട്ടുണ്ട്. അപ്പോൾ PSC എന്തായാലും പ്രോസസ്സുകളെല്ലാം കുറച്ച് സ്പീഡപ്പ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മെയിൽ തന്നെ പരീക്ഷ കാണും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനൊക്കെ ചിലപ്പം SMS ഒക്കെ ചിലപ്പം താമസിച്ചായിരിക്കും വരുന്നത്. മെയിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും, മെയിൽ 1-2 പോസ്റ്റിൻ്റെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, വരും. എല്ലാവരും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുക, ഉടനെ തന്നെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം. അല്ലെങ്കിൽ ഒരുപാട് പേര് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സൈറ്റ് ബിസിയാം, OTP കിട്ടാത്ത അവസ്ഥ വരും. ഓക്കെ, OTP നമ്മുടെ ഫോണിൽ വന്നിട്ട് വേണം കൊടുക്കാൻ, അതറിയാമല്ലോ. അപ്പോൾ അത് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ കൂടുതലും രാത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് രാവിലെ ട്രൈ ചെയ്യുന്നേക്കാളും രാത്രി ഒരു 11 മണിക്കോ 12 മണിക്കോ ആ സമയത്തൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് OTP ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ ഉടനെ തന്നെ കൺഫർമേഷൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും കാണാം. താങ്ക്